الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യ വിശ്വാസികളെ, വിശ്വാസിനികളെ, സർവലോക സൃഷ്ടാവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ സകല മേഖലകളിലും പാലിക്കണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. തൗഹീദിന്റെ പ്രഖ്യാപനമായ ഷഹാദത്ത് കലിമ മനസ്സ വാച കർമ്മണ പ്രഖ്യാപിക്കാത്ത ഒരാൾക്ക് ഒരു യഥാർത്ഥ വിശ്വാസിയായി മാറാൻ സാധ്യമല്ല. പ്രപഞ്ചനാഥന്റെ ഏകത്വവും ആ റബ്ബിന്റെ അവസാന പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അംഗീകരിക്കാതെ, ഉൾക്കൊള്ളാതെ, പിൻപറ്റാതെ ഒരാൾക്ക് യഥാർത്ഥ വിശ്വാസിയായി മാറാൻ സാധ്യമല്ല. ആ പ്രവാചകന്റെ നിയോഗമാണ് നമ്മളൊക്കെ യഥാർത്ഥ വിശ്വാസികളായി മാറാനും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അധർമ്മങ്ങളും എല്ലാം കൈവെടിഞ്ഞുകൊണ്ട് തൗഹീദിന്റെ മാർഗത്തിലേക്ക് വരാനുള്ള നിമിത്തമായി മാറിയ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ, ഈ പ്രവാചകനെ അംഗീകരിക്കാതെ, ഉൾക്കൊള്ളാതെ, സ്നേഹിക്കാതെ ഒരാൾക്ക് ഇസ്ലാമിന്റെ ഉള്ളിൽ കഴിയാനാകില്ല. നമ്മൾ നമ്മുടെ ജീവനേക്കാൾ, നമ്മുടെ സകല വസ്തുക്കളേക്കാൾ നാം ഇഷ്ടപ്പെടുന്ന, ആഗ്രഹിക്കുന്ന, താല്പര്യപ്പെടുന്ന വസ്തുക്കളായാലും വ്യക്തികളായാലും അതിനേക്കാളൊക്കെ ഉപരിയായി നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകനെ സ്നേഹിക്കാതെ ഒരാൾക്ക് ഇസ്ലാമിൽ സ്ഥാനമേ ഇല്ല. രണ്ടാം ഖലീഫായ ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊന്നിച്ച് സഹവസിക്കുന്ന വേളയിൽ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ, എന്റെ ശരീരം കഴിഞ്ഞാൽ അതിനുശേഷം ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അങ്ങയെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ച് സമയത്തെ മൗനത്തിന് ശേഷം പ്രവാചകൻ പറഞ്ഞു, ലാ, ഒരിക്കലുമല്ല ഉമറേ റളിയല്ലാഹു അൻഹു, വല്ലദീ നഫ്സി ബിയദിഹി അൻത അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക, നിന്റെ ശരീരത്തെക്കാൾ, നിന്റെ ജീവനേക്കാൾ ഉപരിയായി നീ എന്ന് സ്നേഹിക്കുന്നുവോ, എന്നെ നീ സ്നേഹിക്കുന്നുവോ, അന്ന് മാത്രമാണ് നീ യഥാർത്ഥ വിശ്വാസികളായി മാറുക.
നമ്മുടെ ഈമാൻ പൂർത്തിയാക്കണമോ? നമ്മുടെ ആദർശം പൂർത്തിയാകണമോ? നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകനെ അംഗീകരിക്കാതെ, ആ പ്രവാചകനെ സ്വന്തം ജീവനേക്കാളും സ്നേഹിക്കാതെ യഥാർത്ഥ വിശ്വാസിയായി മാറില്ല. ബുഹാരി റഹിമഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. ലാ യുഅ്മിനു അഹദുകും, നിങ്ങളിൽ ഒരാളും യഥാർത്ഥ വിശ്വാസിയായി മാറില്ല. ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, ഞാൻ ആകുന്നതുവരെ, ഏറ്റവും പ്രിയപ്പെട്ടവനാകുന്നതുവരെ, മിൻ വാലിദിഹി, തന്റെ പിതാവിനേക്കാളും, വ വലദിഹി, തന്റെ സന്താനങ്ങളെക്കാളും, വന്നാസി അജ്മഈൻ, ലോകത്തുള്ള സകല മനുഷ്യരെക്കാളും ഉപരിയായി എന്നാണോ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത്, അന്ന് മാത്രമാണ് നിങ്ങളുടെ വിശ്വാസം പൂർത്തിയാകുകയുള്ളൂ. നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ താല്പര്യത്തിടുന്ന പല സംഗതികളുണ്ട്, വ്യക്തികളുണ്ട്. അതിനേക്കാൾ ഉപരിയായിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകനെ സ്നേഹിച്ചേ പറ്റൂ. ഇല്ല എങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ വചനം സൂറത്തു തൗബയിലെ 24-ാമത്തെ ആയത്ത് അറിയാത്ത ആളുകൾ ഉണ്ടാവില്ല. വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നു, കുൽ, പ്രവാചകരെ അങ്ങ് പറഞ്ഞു കൊടുക്കണം, ഇൻകാന ആബാഉകും വ അബ്നാഉകും വ ഇഖ്വാനുകും വ അസ്വാജുകും വ അശീറതുകും വ അംവാലിൻ തുഖ്തുമുഹാ വ തിജാറത്തുൻ തഖ്ശൗന കസാദഹാ വ മസാകിൻ തർലൗനഹാ അഹബ്ബ ഇലൈകും മിനല്ലാഹി വ റസൂലിഹി വ ജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരി. കുൽ ഇൻകാന ആബാഉകും, നിങ്ങൾക്ക് നിങ്ങളുടെ ഉപ്പയോടാണോ, നിങ്ങളുടെ പിതാക്കന്മാരോടാണോ, വ അബ്നാഉകും, അതുപോലെ തന്നെ നിങ്ങളുടെ സന്താനങ്ങളോടാണോ, വ അംവാലുൻ വ ഇഖ്വാനുകും, അതുപോലെ തന്നെ നിങ്ങളുടെ കൂടപ്പിറപ്പുകളോടാണോ, വ അസ്വാജുകും, നിങ്ങളുടെ ഇണകളോടാണോ, വ അശീറത്തുകും, നിങ്ങളുടെ കുടുംബത്തോടാണോ, വ അംവാലിൻ തറക്തുമുഹാ, നിങ്ങൾ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്ന, ചോര തീരാക്കി പകലില്ലാതെ നിങ്ങൾ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മുതലിനേക്കാളും ഉപരിയായി, അതുപോലെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ വീടില്ലേ, അതിനേക്കാളും ഉപരിയായി, അഹബ്ബ ഇലൈകും മിനല്ലാഹി വ റസൂലിഹി വ ജിഹാദിൻ ഫീ സബീലിഹി, അല്ലാഹുവിനേക്കാളും അല്ലാഹുവിന്റെ റസൂലിനേക്കാളും അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള സമരത്തെക്കാളും ഉപരിയായി ഈ 8 വസ്തുക്കളെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നതെങ്കിൽ കാത്തിരുന്നു കൊള്ളണം. അല്ലാഹുവിന്റെ ശിക്ഷ നിങ്ങളെ തേടിയെത്തും. സഹോദരങ്ങളെ, നമ്മുടെ ഉപ്പയേക്കാളും, നമ്മുടെ മക്കളെക്കാളും, നമ്മുടെ കുടുംബത്തെക്കാളും, നമ്മുടെ ഭാര്യയെക്കാളും, നമ്മുടെ ബിസിനസിനേക്കാളും, നമ്മുടെ വീടിനേക്കാളും, സകല വസ്തുക്കളെയും അതുപോലെ വ്യക്തികളെക്കാളും ഉപരി നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകനെ സ്നേഹിക്കണം എന്നതിൽ ഒരു ഭിന്നഭിപ്രായമേ ഇല്ല. പ്രവാചകനെ സ്നേഹിക്കാത്തവന് ഇസ്ലാമിൽ സ്ഥാനമേ ഇല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം, 3 ഗുണങ്ങളിലുള്ള ആളുകൾ ഈമാനിന്റെ മാധുര്യം അനുഭവിച്ചിരിക്കുന്നു. ഒന്നാമതായി പറഞ്ഞു, ലോകത്തുള്ള സകല വസ്തുക്കളേക്കാൾ ഉപരിയായി അള്ളാഹുവിനെയും അള്ളാന്റെ റസൂലിനെയും നിങ്ങൾ സ്നേഹിക്കുന്നുവോ എങ്കിൽ ഈമാനിന്റെ മധുരം, ഈമാനിന്റെ മാധുര്യം നിങ്ങൾ അനുഭവിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, പ്രവാചകനെ സ്നേഹിക്കണമെന്നുള്ള വിഷയത്തിൽ നമുക്ക് 2 അഭിപ്രായമേ ഇല്ല. പ്രവാചകനെ എല്ലാത്തിലും ഉപരിയായിക്കൊണ്ട് നമ്മൾ സ്നേഹിക്കണം. ആ പ്രവാചകനെ നമ്മൾ ഉൾക്കൊള്ളണം. ആ പ്രവാചകന്റെ മഹിതമായിട്ടുള്ള മാതൃക നമ്മൾ പിൻപറ്റണം. പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന സഹാബത്ത് ജീവനേക്കാൾ ഉപരിയായി
അള്ളാഹുവിനെ സ്നേഹിച്ചിരുന്നു, അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയിലേക്കുള്ള ഹിജ്റ വേളയിൽ ഒരാളുമില്ല, ശത്രുക്കളങ്ങ് തെരഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രവാചകന്റെ തലക്ക് 100 ഒട്ടകം പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സൗർ ഗുഹയിൽ സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകന് താങ്ങായി, തണലായി, ആശ്വാസമായി മാറി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ത്വൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹു കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഉഹദ് യുദ്ധ രണാങ്കണത്തിൽ 70-ൽ പരം വെട്ടുകളും കുത്തുകളും ഏറ്റുകൊണ്ട് സ്വന്തം വിരിമാറുകൊണ്ട് പ്രവാചകന്റെ അടുത്തേക്ക് വരുന്ന കുന്തവും പ്രവാചകന്റെ അടുത്തേക്ക് വരുന്ന വെട്ടുകളും അതുപോലെ തട്ടുകളുമെല്ലാം സ്വന്തം നെഞ്ഞുകൊണ്ട് തടുക്കുകയും 70ഓളം മുറിവുകളുണ്ടായിരുന്നു. ജീവിച്ചിരിക്കുന്ന ഒരു രക്തസാക്ഷിയെ നിങ്ങൾക്ക് കാണോ? ത്വൽഹയിലേക്ക് നോക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സറഹു അൻ യൻദുറ ഇലാ ശഹീദിൻ യംശി അലാ വജ്ഹിൽ അർളി, ഭൂമിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഷഹീദിനെ നിങ്ങൾക്ക് കാണണോ? നിങ്ങൾ അബൂ ത്വൽഹയിലേക്ക് നോക്കൂ. ഫൽയൻദുർ ഇലാ ത്വൽഹ ബിൻ ഉബൈദില്ല, ത്വൽഹത്ത് ബിൻ ഉബൈദിലേക്ക് നോക്കണം. സ്വന്തം നെഞ്ഞുകൊണ്ട്, സ്വന്തം വിരിമാറുകൊണ്ട് പ്രവാചകൻ വധിക്കപ്പെട്ടു എന്നുള്ള കിംവദന്തി ഉഹദ് രണാങ്കണത്തിൽ പറഞ്ഞപ്പോൾ കുറച്ചാളുകൾ പ്രവാചകന് സെക്യൂരിറ്റിയായി, സേഫ്റ്റിയായി കൊണ്ട് ചുറ്റും ഒരു മതിൽ പോലെ വലയം സൃഷ്ടിച്ചുകൊണ്ട് സ്വന്തം നെഞ്ഞുകൊണ്ട് തടുത്ത ത്വൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ വേളയിൽ ഹിജ്റ പോകുന്ന സാഹചര്യത്തിൽ നമുക്കറിയാമല്ലോ, പ്രവാചകന്റെ വീട് വലയം ചെയ്തിരിക്കുന്നു. 50ഓളം സായുധരായിട്ടുള്ള ആളുകൾ റെഡിയായി നിൽക്കുകയാണ്. എപ്പോഴാണ് പ്രവാചകൻ പുറത്തേക്ക് ഇറങ്ങുന്നത്? എല്ലാ ആളുകളും കൂടി ഒരൊറ്റ വെട്ടിന് അവ മുഹമ്മദിന്റെ കുടുംബത്തിനോ ഒരിക്കലും പ്രതികാരം ചെയ്യാൻ കഴിയാത്ത വിധം എല്ലാവരും ഒന്നിച്ച് വെട്ടിക്കൊല്ലണമെന്ന് ഗൂഢതന്ത്രം എടുത്ത ആ വേളയിൽ വിരിപ്പിൽ കിടത്തി പോകുന്നത് അലി റളിയല്ലാഹു അൻഹുവിനെയാണ്. ശത്രുക്കൾ കണ്ടാൽ തന്റെ ജീവൻ നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കിയ അലി റളിയല്ലാഹു അൻഹു, സഹോദരങ്ങളെ, സ്വന്തം ജീവനേക്കാൾ ഉപരിയായിക്കൊണ്ട് ഇവെല്ലാം അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രഖ്യാപനമുണ്ട്, ഖാല വല്ലാഹി അഹബ്ബ ഇലൈനാ മിൻ അംവാലിനാ വ ഔലാദിനാ വ ആബായിനാ വ ഉമ്മഹാതിനാ വ മിനൽ മാഇൽ ബാരിദി അലൽ ലമൽ, ഞങ്ങൾക്ക് ഞങ്ങളുടെ സന്താനത്തെക്കാളും ഞങ്ങളുടെ മക്കളെക്കാളും അതുപോലെ തന്നെ ഞങ്ങളുടെ സമ്പത്തിനേക്കാളും പിതാക്കന്മാരെക്കാളും ഉമ്മയെക്കാളും ഉപരിയായിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകനെ സ്നേഹിക്കുന്നു. വമിനൽ മാഇൽ ബാരിദിൽ ലമൽ, ദാഹിച്ചു വരുന്ന ഒരാൾ തണുത്ത വെള്ളത്തിന് വേണ്ടി എത്ര കാത്തിരിക്കുന്നുവോ ആ തണുത്ത വെള്ളത്തെക്കാളും ഉപരിയായിക്കൊണ്ട് എന്റെ പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന് അലി റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുകയാണ്. സഹോദരങ്ങളെ, പ്രവാചകന്റെ കാലഘട്ടത്തിൽ ബാങ്ക് കൊടുത്തിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മരണത്തിന് ശേഷം ബാങ്ക് കൊടുക്കാൻ തയ്യാറില്ല. പ്രവാചകനില്ലാത്ത മദീനയിലേക്ക് ഞാനില്ലെന്ന് പറഞ്ഞ് അടുത്ത രാജ്യങ്ങളിലേക്ക് പോയ അദ്ദേഹത്തോട് ഉമർ റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തപ്പോൾ, അങ്ങയുടെ മധുരസ്വരം ഒന്ന് കേൾക്കണം ബിലാലെ, അങ്ങൊന്ന് കേൾക്കണം, പ്രവാചകന്റെ മുഅദ്ദിനായ അങ്ങൊന്ന് ബാങ്ക് കൊടുക്കണം. പ്രവാചകന്റെ മുഅദ്ദിനോട് വീണ്ടും ബാങ്ക് കൊടുക്കാൻ പറയുമ്പോൾ നിർബന്ധിച്ച് അവസാനമായി കൊണ്ട് ബിലാൽ ബാങ്ക് കൊടുക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ വചനം ചൊല്ലിയപ്പോൾ ബോധരഹിതനായി വീഴുന്ന ബിലാൽ, പ്രവാചകന്റെ പേര് പോലും ഉച്ചരിക്കാൻ കഴിയാത്ത വിധം ആത്മബന്ധമുണ്ടായിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ, ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവരെല്ലാം സ്വന്തം ജീവനേക്കാൾ ഉപരിയായിക്കൊണ്ട് അള്ളാഹിനെയും അള്ളാഹിന്റെ റസൂലിനെയും സ്നേഹിച്ചിരുന്നില്ലേ? അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന. 10 സഹാബത്തിന്റെ പേരെടുത്തുകൊണ്ട് സ്വർഗത്തിന്റെ സന്തോഷ വാർത്ത അറിയിച്ച ഈ ഖലീഫമാരോ ഒരാളും കൊല്ലത്തിലൊരിക്കൽ ഏതെങ്കിലും ഒരു ആണ്ടിൽ 23 കൊല്ലം പ്രവാചകനായി
ജീവിച്ച പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒരു കാരക്കയുടെ ചീളെങ്കിലും റബീഉൽ അവ്വൽ 12 കൊടുത്തതായി ചരിത്രത്തിന്റെ താളുകളിൽ ഭൂതക്കണ്ണാടി വെച്ച് പരതിയാലും കാണാൻ സാധ്യമല്ല സഹോദരങ്ങളെ. പ്രവാചകനെ സ്നേഹിക്കാൻ ഒരു മാസം, പ്രവാചകനെ സ്നേഹിക്കാൻ ഒരു ആഴ്ച, പ്രവാചകനെ സ്നേഹിക്കാൻ ഒരു ദിവസം, ഇങ്ങനെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടോ? 365 ദിവസവും നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകനെ നമ്മൾ സ്നേഹിക്കണം. അതിനൊരു മാസം വേണ്ട, അതിനൊരു ദിവസം വേണ്ട, അതിനൊരു സാഹചര്യം വേണ്ട, അതിനൊരു സന്ദർഭം വേണ്ട. പ്രവാചകൻ പറഞ്ഞു, വമൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി. എന്നെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ ചര്യ നിങ്ങൾ ഉൾക്കൊള്ളണം. വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൂടെ നിങ്ങൾ സ്വർഗത്തിലുണ്ടാകും. പ്രവാചകനെ സ്നേഹിക്കണമെങ്കിൽ പ്രവാചകന്റെ സുന്നത്ത് ഉൾക്കൊള്ളണം. ആണ്ടിലൊരിക്കൽ ഘോഷയാത്രയും കാരാട്ട പ്രകടനവും എന്തൊക്കെയാണ് കാട്ടിക്കൂടുന്നത്? കൊല്ലം തോറും മാറി മാറി വരിക. വലൻ തജിദ ലിസുന്നത്തില്ലാഹി തഹ്വീല. ദീനിൽ ഒരു കാര്യം മാറി മറിഞ്ഞു വരില്ല. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പഠിപ്പിച്ച നമസ്കാരത്തിൽ, അതുപോലെ തന്നെ നോമ്പിൽ, അതുപോലെ തന്നെ സകാത്തിൽ, അതുപോലെ തന്നെ മറ്റുള്ള ഇസ്ലാമിന്റെ ചിഹ്നങ്ങളിൽ എന്തെങ്കിലും ഒരു മാറ്റം കണ്ടോ? പെരുന്നാളുകളിൽ മാറ്റം കണ്ടോ? ഇല്ല. വലൻ തജിദ ലിസുന്നത്തില്ലാഹി തഹ്വീല. പടച്ച തമ്പുരാൻ ഇവിടെ നടപ്പിലാക്കുന്ന സുന്നത്തിൽ ഒരു മാറ്റമില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് സഹോദരങ്ങളെ. കുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. നിങ്ങൾക്ക് പടച്ചോനെ ഇട്ടുണ്ടോ? റബ്ബിനെ സ്നേഹമുണ്ടോ? റസൂലിനെ സ്നേഹിക്കുന്നുണ്ടോ? ഫത്തബിഊനി. 23 കൊല്ലം കൊണ്ട് ഞാൻ പഠിപ്പിച്ച മഹിതമായ അതുല്യമായ എന്റെ മാതൃക ഉൾക്കൊള്ളണമെന്ന പ്രവാചകൻ പഠിപ്പിക്കാത്തൊരു കാര്യമില്ല. ജൂതന്മാര് കളിയാക്കി, എന്താ നിങ്ങളെ പ്രവാചകന് ബാത്റൂമിക്ക് പോകുമ്പോൾ ഇടത്തേക്കാല് വെക്കണം, കടക്കുമ്പോൾ ഭാര്യയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ, രാത്രി കിടക്കുമ്പോൾ വാതിലടക്കണം, പാത്രം അടച്ചു വെക്കണം, പാത്രത്തേക്ക് അതുപോലെ വാതിൽ കുറ്റിയിടണം, വിളക്കണക്കണം. ഇതുവരെ പഠിപ്പിച്ച പ്രിയപ്പെട്ട പ്രവാചകൻ രാത്രിയിൽ നിങ്ങൾ ഉറക്കത്തിൽ നിങ്ങൾ നെറ്റി ഉണർന്നാൽ എന്ത് ചെയ്യണം? ഭാര്യയുടെ അടുത്തേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യണം? എല്ലാ രംഗങ്ങളിലും പ്രവാചകൻ കൈവച്ചുകൊണ്ട് മരിച്ചു. ആ പ്രവാചകൻ പറഞ്ഞു, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് അകറ്റുന്നതുമായ ഒരു കാര്യവും ഞാൻ പഠിപ്പിക്കാതെ വെച്ച് പോയിട്ടില്ല. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, മൻ അഹ്ദസ ഫീ അംറിനാ ഹാദാ ഫലൈസ മിന്നാ ഫഹുവ റദ്ദുൻ. ഞാൻ കാണിച്ചു തരാത്ത ആരെങ്കിലും ദീനിന്റെ പേരിൽ ചെയ്യുന്നുണ്ടെങ്കിൽ തള്ളപ്പെടേണ്ടതാണ്. ആ കാര്യം തള്ളണം, ചെയ്യണോയും തള്ളണമെന്നാണ്. ഇത് നമ്മളെ ആദർശ. ഞമ്മക്ക് പ്രവാചകനോട് സ്നേഹമില്ല. ശരിക്കും യഥാർത്ഥ അമ്മക്കാൽ സ്നേഹം. പ്രവാചകനോട് സ്നേഹം ഉള്ളത് കൊണ്ടാണ് നമ്മൾ നിബന്ധന കഴിക്കാത്തത്. പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ കഴിയണമെന്ന് മോഹമുണ്ടോ? സൗബാ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുക്കൽ വന്ന് ദുഃഖിതനായി, ഇന്നീല അറാക മസ്സൂന. നിന്നെ ഞാൻ ഇതാ ദുഃഖിതനായി കാണുന്നു സൗബാൻ. എന്താണ് നിന്റെ പ്രശ്നം? അപ്പൊ സൗഭാഗ്യന് പറയാ, പ്രവാചകരെ, ഞാൻ എത്ര ജോലി തിരക്കുണ്ടെങ്കിലും നിങ്ങളെ കാണുന്നൊരു ആഗ്രഹം എന്റെ മനസ്സിലുണ്ടെങ്കിൽ എടുക്കണ പണി ഞാൻ ഇട്ടാണ്ട് വരും. അങ്ങേ എന്റെ മനസ്സ് നിറയെ കാണും പ്രവാചകരെ. എന്റെ വിഷമം അതൊന്നുമല്ല പ്രവാചകരെ. ഞാൻ മരിച്ചാൽ 100 തട്ടുകളുള്ള സ്വർഗത്തിൽ എവിടെയെങ്കിലും പ്രവേശനം അല്ലാഹു അനുവദിച്ചാൽ, അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ 100 തട്ടുണ്ട് സ്വർഗത്തിന്. ഒരു തട്ടിൽ നിന്ന് മറ്റൊരു തട്ടിലേക്കുള്ള അന്തരം ആകാശഭൂമികൾക്കിടയിൽ വ്യത്യാസമുണ്ട്. സാരിഉ ഇലാ മഗ്ഫിറത്തിൻ വജന്നത്തിൻ അർദു വസ്സമാവാതു വൽ അർദ്. ആകാശഭൂമിയോളം പ്രവിശാലമായിട്ടുള്ള സ്വർഗത്തിന്റെ തട്ടിൽ ഞാൻ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളപ്പോ കാണാൻ പറ്റിയ പ്രവാചകരെ? ഇതെന്റെ സങ്കടം. ഒരു തട്ടിന്ന് മറ്റൊരു തട്ടിലേക്ക് നോക്കുമ്പോൾ തന്നെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ കാണുന്ന ആൾക്കാരെ പ്രവാചകനെ മൗനം അവലംബിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോഴേ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകന്റെ അടുക്കൽ വന്ന് ഓതി കൊടുത്ത ആയത്താണ് എന്റെ ഖുതുബയുടെ തുടക്കത്തിൽ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. വമൻ യുതഇല്ലാഹ വറസൂല. അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കുന്നുണ്ടെങ്കിൽ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം. അല്ലാഹു അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലായിരിക്കും അവർ.
ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. പടച്ച തമ്പുരാനെ, നീ ഞങ്ങളെ ഹിദായത്തിന്റെ മാർഗത്തിലൂടെ വഴി നടത്തണം. അതുപോലെ തന്നെ നീ അനുഗ്രഹിച്ചുടെ കൂട്ടത്തിൽ ഉൾപ്പെടണം. അള്ളാഹിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിച്ച ആളുകളുടെ സീറ്റ് എവിടെയാണ്? മിനൻ നബിയീന, നബിമാരുടെ കൂടെയായിരിക്കും. വസിദ്ദീഖീന, അള്ളാഹിന്റെ ദീനിനെ സത്യസന്ധമാക്കിയിട്ടുള്ള സിദ്ദീഖുമാരുടെ കൂട്ടത്തിലായിരിക്കും. വശുഹദാ, അള്ളാഹിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായ ആളുകളുടെ കൂടെയായിരിക്കും. വസ്വാലിഹീന, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിലായിരിക്കും. വഹസുന ഉലൈക റഫീഖ, നിങ്ങൾക്ക് കിട്ടാൻ പോണ കൂട്ടുകാർ എത്ര നല്ല കൂട്ടുകാരാണ് ആ പ്രവാചകന്റെ കൂടെ. അന്തിമ പ്രവാചകനായ നമ്മൾ അലൈഹി വസല്ലമയെ ഈ ലോകത്തിന് റഹ്മത്തായി കൊണ്ട് തന്നെയാണ് പറഞ്ഞയച്ചത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിന് റഹ്മത്തായി പ്രവാചകനെ പറഞ്ഞയച്ച് ഖുർആൻ പറയാ. ലോകം തന്നെ പഠിക്കുമായിരുന്നില്ല. അത് പാള കിതാബിലെ ഉദ്ധരണി. ഖുർആൻ എന്താ പറഞ്ഞത്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, സകല ലോകത്തിനുമുള്ള റഹ്മത്തായിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകനെ പറഞ്ഞയച്ചു. ആ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സലാത്തല്ലോ. നിങ്ങളുടെ കൂട്ടത്തിൽ 6 പിശുക്കന്മാർ ആരറിയോ? നമ്മുടെ കൂട്ടത്തില് എന്റെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചെല്ലാത്തവരാണ് നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും പിശുക്കന്മാര്. അറ്റ കയ്യിന്ന് ഉപ്പ് തേക്കാത്തവരുന്ന ചെല്ലൊക്കെ അല്ലേ? നിങ്ങൾ ആലോചിച്ച്, പ്രവാചകൻ ഇങ്ങനെ മിമ്പറുമ്മ കയറിയപ്പോ 3 വട്ടം ആമീൻ ചെല്ലിന്നൊക്കെ നിങ്ങൾ എപ്പോ എല്ലാ റമദാനും കേൾക്കില്ലേ? അതിൽ ഒരു ഭാഗം മാത്രമേ പറയുള്ളൂ. എന്ത്? റമദാൻ കിട്ടിയിട്ട് ഉപയോഗപ്പെടുത്താതെ. അതിൽ 2-3 കാര്യമുണ്ട്. അതിലൊന്നെന്താ? നിങ്ങള് എന്റെ പേര് കേട്ടിട്ടും സലാത്ത് ചെല്ലാത്തവൻ, ഒരു സലാത്ത് എന്റെ പേര് ചെല്ലിയാൽ അള്ളാഹു അവന്റെ പേരിൽ 10 സലാത്ത്, അള്ളാഹുടെ സലാത്തിലൊന്നല്ല, അള്ളാഹ് നമുക്ക് 10 അനുഗ്രഹങ്ങൾ ചെയ്യുന്ന. നമ്മളെ പ്രാർത്ഥന സ്വീകരിക്കേണ്ട മര്യാദ ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ പണ്ഡിതന്മാര് പറയാ, ആദ്യം ഹംദ് പറയണം. ആദ്യം കിട്ടിയത് നന്ദി വേണ്ടേ? നമ്മളിപ്പോൾ ഈ ബായേരും ബുദ്ധിമുട്ടും എങ്ങനെ ഒരു വിധം കുഴപ്പമില്ല, അതൊക്കെ പോണ്, അവിടെ വേദന, ഇവിടെ അപ്പുറത്ത് വേദന, ഇപ്പുറത്ത് വേദന, കാടും പായേരും, ഇത് പറയാനല്ലാതെ നമ്മുടെ നാവ് കൊണ്ട് നല്ലത് പറയലുണ്ട്. നിങ്ങള് ആര് സുഖാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അല്ലെന്നില്ല, നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യം പറയേണ്ടത് നിങ്ങള് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തെ കുറിച്ച് വർത്താനം പറയാൻ പറഞ്ഞു. അപ്പൊ പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ ആദ്യം അൽഹംദുലില്ലാ എന്ന് പറയണം. പിന്നെ പ്രവാചകന് ഒരു സ്വലാത്തല്ല. ഇങ്ങനെ കുറെ മര്യാദ ഉണ്ട്. ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞ ആൾക്കാരല്ല നമ്മള്. പ്രവാചകൻ 23 കൊല്ലം കൊണ്ട് പഠിപ്പിച്ച സുന്നത്ത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ, ഞാൻ ആലോചിച്ച് നോക്കി, പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്തിന് എതിരായി വരുന്ന സംഗതിയൊക്കെ വിദ്യാർത്ഥാണ്. മതപരമായ കാര്യം. ഒരാൾ പറയും പ്രവാചകന്റെ പള്ളിയിലൊക്കെ മണലല്ലേ, നമ്മളെ പള്ളിയൊക്കെ കാർപ്പറ്റ് അല്ലേ, പ്രവാചകൻ മൈക്ക് ഉപയോഗിച്ചിനോ? ഇതെന്താ? നിങ്ങള് ദീനും ദുനിയാവും അറിയാത്തവരെ പറയുള്ളൂ. ദീൻ എന്താണ്, ദുനിയാവ് എന്താണെന്നാ? ദുനിയാവ് കാലോചിതമായി മാറ്റം വരാം. കാലോചിതമായി മാറ്റം വന്ന് കുറച്ചുകൂടി കഴിഞ്ഞ് എന്താ മാറ്റം വരികയെന്ന് അറിയില്ല. നിസ്കാരം മാറ്റാൻ പറ്റുമോ? നോമ്പ് മാറ്റാൻ പറ്റുമോ? സകാത്ത് മാറ്റാൻ പറ്റുമോ? തൗഹീദ് മാറ്റാൻ പറ്റുമോ? ഇത് ദീന, ഇത് മാറ്റാൻ പറ്റൂല. ബാക്കിയുള്ളതൊക്കെ മട്ടം പോലൊക്കെ ചെയ്യാം. പ്രവാചകന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തിയപ്പോൾ മദീന നിവാസികൾ അവിടുത്തെയുള്ള ഈത്തപ്പനക്ക് പരാഗണം നടത്തുന്നത് പ്രവാചകന്റെ ശ്രദ്ധപ്പെട്ട പ്രവാചകൻ. അതിന്റെ ആവശ്യമൊന്നും ഇല്ല എന്നൊരു പ്രവാചകൻ. ആ കൊല്ലം വിളവ് കിട്ടിയപ്പോൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതിൽ പ്രവാചകൻ ദുനിയാവിന്റെ കാര്യം എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്ക് അറിയാം. അത് മട്ടം പോലൊക്കെ ചെയ്താളി, മൊസൈക്കോ, കാർപ്പറ്റോ, അതെല്ലാം കല്ലോ, അതെല്ലാം പായ, എന്താ വാണിയമാര് ചെയ്തോളി. മൈക്ക് വാണി ചില സംസ്ഥാന ആൾക്കാർ ആ പള്ളിയിലൊക്കെ മൈക്ക് ഉപയോഗിക്കൂല, പ്രവാചകൻ ഉപയോഗിച്ചിട്ടില്ല. ബാക്കിയോ പ്രവാചകൻ ബിൽഡിംഗ് ഉണ്ടാക്കി, പ്രവാചകൻ കാർപ്പറ്റ് ഉപയോഗിച്ചിട്ടുണ്ടാ. അപ്പൊ ഇങ്ങനെയുള്ള ദീനും ദുനിയാവും എന്താണെന്ന് തിരിച്ചറിയാത്ത ആൾക്കാരാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാ. ഇനി ആലോചിച്ച് നോക്കി, ഹൗദുൽ കൗസറിലെ വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഒരു മുറുക്ക് വെള്ളം, സംസം വെള്ളം നമ്മൾ കുടിക്കലുണ്ട്. ഹൗദുൽ കൗസറിലെ വെള്ളം എന്ന് പറഞ്ഞാല് നാളെ പരലോകത്തേക്ക് വരുമ്പം ദാഹിച്ച് പരവശരായി
മുട്ടുവരെ, ഊരവരെ, നെഞ്ഞുവരെ, കഴുത്തുവരെയൊക്കെ ഇങ്ങനെ വിയർപ്പിൽ കുതിർന്നു നിൽക്കുന്ന സന്ദർഭത്തിൽ വിശ്വാസികൾക്ക് മാത്രം കുടിക്കാൻ കിട്ടുന്ന ഒരു പാനജലമാണ് ഔദുൽ കൗസർ. നിനക്ക് കൗസർ രണ്ട് നിലക്ക് പറയാം, ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയെന്ന് പറയാം. ആ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിലാണ് ഔദുൽ കൗസർ. പാലിനേക്കാൾ വെളുത്തതും കസ്തൂരിയേക്കാൾ മണമുള്ളതും, ഒരു മാസം നടന്നാൽ എത്രത്തോളം ദൂരം വരുമോ അത്രത്തോളം പ്രവിശാലമായിട്ടുള്ള ഔദുൽ കൗസറിലെ ചഷകങ്ങള്, കോപ്പകള് ആകാശത്തിലെ വെട്ടി തിളങ്ങുന്ന നക്ഷത്രങ്ങളെ പോലെയാണ് കോപ്പ, പാനപാത്രം. ഒരട്ടം കുടിച്ചത് പിന്നെ ദാഹിച്ചില്ലാന്നാ. ഈ വെള്ളം നമുക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ വിദഗ്ധ ചെയ്യുന്ന ആളുകൾക്ക് തുള്ളി വെള്ളം കിട്ടൂല, ഒരു മുറുക്ക് വെള്ളം ഒന്നും കിട്ടൂല. ഇത് ഞാൻ പറഞ്ഞതല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഉമ്മത്തിന് ഔദുൽ കൗസറിലെ വെള്ളം ഇങ്ങനെ മുക്കിക്കൊടുക്കുമ്പോൾ ഒരു വിഭാഗം ആളുകളെ മലായിക്കത്തുകൾ ഇങ്ങനെ തടഞ്ഞു വെക്കുന്ന രംഗം പ്രവാചകന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. പ്രവാചകൻ പറഞ്ഞു, ഇന്നഹും ഉമ്മത്തി, അവരെ ഇങ്ങോട്ട് പറഞ്ഞേക്കണം, അവരും എന്റെ ഉമ്മത്തിൽപ്പെട്ടതാണ്. മലക്കൾ ഇങ്ങനെ തടഞ്ഞു വെച്ചേക്കാം. ഇനി പറഞ്ഞ ഭാഗമാണ് നമ്മൾ അടിവരയിട്ടുണ്ടത്. യാ മുഹമ്മദ് ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക്. മുഹമ്മദേ, നിന്റെ മരണത്തിന് ശേഷം എന്തെല്ലാം കാര്യങ്ങളാണ് ദീനിൽ കാട്ടിക്കൂട്ടിയത്, പുതുതായി കൊണ്ടുവന്നത് എന്ന് മുഹമ്മദേ മരണത്തിന് ശേഷം നിനക്കറിയില്ല. മലക്കളെ വാക്കാം. പ്രവാചകൻ മരിച്ചിട്ട് എന്തൊക്കെയാണ് ദീനിൽ കാട്ടിക്കൂട്ടിയെന്ന് അറിയില്ല. ഒരു തുള്ളി വെള്ളം കൊടുക്കൂലെന്ന് മാത്രല്ല, എങ്ങനെ അറിയോ, ഫസൂകൻ വസൂകൻ ലിമൻ ബദ്ദല സുന്നതി മിൻ ബഅദി. എന്റെ മരണത്തിന് ശേഷം എന്റെ സുന്നത്തിനെ വികലമാക്കിയ, വികൃതമാക്കിയിട്ടുള്ള ആളുകളെ എന്റെ കൺമുമ്പിൽ നിന്ന് ദൂരെ പോകും. പ്രവാചകൻ ഒരു ഉപമ പറയും. എന്താ പറയുക, നിങ്ങൾ ഇങ്ങനെ ഒട്ടകത്തിന് ഇങ്ങനെ വെള്ളം കൊടുക്കുമ്പോഴേ ആരാന്റെ ഒട്ടകം മുതുമ്പോൾ മറ്റു ഒട്ടത്തിന്, നിങ്ങൾക്ക് അങ്ങൊന്നും പറഞ്ഞപ്പോൾ മനസ്സിലാവില്ല, പെണ്ണുങ്ങൾക്കൊക്കെ മനസ്സിലാവും. അവനാന്റെ കോഴികൾക്ക് ഇങ്ങനെ ഭക്ഷണം ഇങ്ങനെ കൊടുക്കുമ്പോൾ, വീട്ടിലിങ്ങനെ ഭക്ഷണം കൊടുക്കുമ്പോൾ ആരാന്റെ അയലോക്കത്തെ കോഴി എന്നാലിന്റെ ഒരു ആട്ടല് ഇല്ലേ, അത് പെട്ടെന്ന് മനസ്സിലാക്കണം. എന്ന മാതിരി അള്ളാന്റെ റസൂൽ ആറ്റിയാണ്ട് വിടും. ഇവിടെ എന്താണ് ഇവർ പാടി നടത്തിയ നിങ്ങള് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഔദുൽ കൗസറിന്റെ പിന്നെ പോരിഷ വേണം എന്ന് പറഞ്ഞിട്ടത് കേൾക്കണല്ലോ. ഒരുപ്പോ മൂല്യാർ ഇവിടെ മുജാഹിദിന്റെ പള്ളിയിൽ മൗലൂദ് തുടങ്ങിയിരുന്നു. വരുമ്പോഴെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ. ഇതിങ്ങനെ എക്കച്ചക്കയക്കുന്ന ആൾക്കാരുണ്ട്, അവിടെയും വേണം ഇവിടെയും വേണം, അവിടെ ഉണ്ടാവില്ല ഇവിടെ ഉണ്ടാവില്ല. അവസാനം ആദർശം എന്ന് പറഞ്ഞാൽ അതിനൊരു വ്യതിരിക്തമുണ്ട്. അത് കളഞ്ഞു കുടിക്കാനുള്ളതല്ല. അത് ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും തരുമ്പോഴേക്ക് അങ്ങോട്ട് കണ്ടം ചാടാനുള്ളതല്ല. നമ്മുടെ ആദർശത്തിൽ അടിയുറച്ച് മരണം വരെ നമ്മൾ നിൽക്കണം. പ്രവാചകന്റെ മഹിതമായ സുന്നത്ത് ഉൾക്കൊണ്ടുകൊണ്ട് മുത്തബി സുന്നയായി പ്രവാചകനോടൊന്നിച്ച് സ്വർഗത്തിൽ കഴിയാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതൊരാഴ്ചയോടും തീരൂല. തൗഫീഖ് ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പിന്നെയും ആകാം. അപ്പൊ എന്താണ്, ഇങ്ങനെയൊക്കെയാണ് സംഗതി. ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മൾ നബിദിനം കഴിക്കാത്ത ആൾക്കാരെ നമ്മൾ ഏർപ്പാടൊന്നും ഉണ്ടാവില്ല. നമ്മളെ കുടുംബക്കാരും നാട്ടുകാരും വീട്ടുകാരും നല്ല നിലക്ക് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയൊക്കെയാണ്. ഞങ്ങൾക്ക് പ്രവാചകൻ ഇഷ്ടമാണ്, സ്നേഹമാണ്. പ്രവാചകന്റെ സുന്നത്ത് ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് ഇസ്ലാമിൽ സ്ഥാനമുള്ളൂ. അതുകൊണ്ട് യഥാർത്ഥ സുന്നത്തുകൾ ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ മുസ്ലിമായി, യഥാർത്ഥ മുഅ്മിനായി, യഥാർത്ഥ മുവഹ്ഹിദായി ജീവിച്ച് മരിച്ച് സ്വർഗാവകാശിയായി ഈ ദുനിയാവിൽ നിന്ന് യാത്ര പോകാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ബുദ്ധിമുട്ടുകളും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ പ്രതിസന്ധികളും നമ്മുടെ പ്രാരാബ്ദങ്ങളും എല്ലാം അകറ്റി ഇരുലോകത്തും സൗഖ്യവും സമാധാനവും ക്ഷേമവും പ്രദാനം ചെയ്യുമാറാകട്ടെ. നാളെ പ്രവാചകന്മാരോടൊന്നിച്ച് സ്വർഗത്തിൽ കാലാകാലം കഴിയാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഹലാലായ എല്ലാ നല്ല മുറാദുകളും അല്ലാഹു നമുക്ക് പൂർത്തി ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളായി കിടക്കുന്ന മുഴുവൻ സഹോദരി സഹോദരങ്ങൾക്കും അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഉറ്റവർ, ഉടയവർ, നേതാക്കന്മാർ, ഗുരുനാഥന്മാർ
ഈ മഹലിന് വേണ്ടി പണിയെടുത്ത ആളുകൾ മുഴുവൻ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് മതിയാവോളം ഔദുൽ കൗസറിൽ വെള്ളം കുടിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്